എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് റവ മുട്ട ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അര കപ്പ് ചോറും പിന്നെ ചെറിയൊരു ഗ്ലാസ് റവ, ഒരു മുട്ടയാണ് കേട്ടോ എടുത്തേക്കണത്. ആദ്യം ചോറൊന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. ചോറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരണം. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ. അപ്പോൾ ചോറ് അരച്ച് കൊണ്ടുവന്നു. ഇനി അതിലേക്ക് ആ റവ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് അരയ്ക്കേണ്ട കേട്ടോ, ഒന്ന് കറക്കി എടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ, അധികം അരയ്ക്കണ്ട. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലായിരിക്കണേ. ദോശ ഉണ്ടാക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കണം കേട്ടോ മാവ്. ഇനി അതിലേക്ക് കുറച്ച് ഞാൻ ഇടണത് 3-4 ചുവന്നുള്ളിയും പിന്നെ 3 പച്ചമുളക് ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് കേട്ടോ അത്. ആവശ്യത്തിന് എരിവുണ്ട്, അതുകൊണ്ടാണെന്ന് പറയണേ. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് കേട്ടോ, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കുക. ഇത് നല്ലൊരു ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. വേറെ കറിയൊന്നും വേണ്ട. എരിവും പച്ചമുളക് ഇട്ട കാരണം ആവശ്യത്തിന് എരിവും ഉണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. അത് കാരണം കൊണ്ട് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെ കഴിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ, വെള്ളം പോരാന്നുണ്ടെങ്കിൽ. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം, ദോശ ഉണ്ടാക്കാം. എന്നിട്ട് ചെറുതാക്കി ഒന്ന് വട്ടത്തിൽ പരത്തി ദോശ ചുടണ പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. മുകളിൽ കൂടെ വേണമെങ്കിൽ കുറേശ്ശെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് ബ്രൗൺ നിറാവണ വരെ ഒന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ് കേട്ടോ. മുട്ടയൊക്കെ കൂട്ടുന്നുണ്ടല്ലോ, അത് കാരണം രാവിലെ കഴിക്കാനൊക്കെ അത് നല്ലതാണ്. കുട്ടികൾക്കാവും ആയാലും വലിയവർക്കായാലും നല്ല ഇഷ്ടമാവും കേട്ടോ അതൊക്കെ. അതുപോലെ ദോശ എല്ലാം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. രാവിലെ
ഇപ്പോൾ എഴുന്നേൽക്കാൻ നേരം വൈകി വേറെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ അധികം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു ദോശയാണ് കേട്ടോ അത്. അതേപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. റവ മുട്ട ദോശ റെഡിയായി. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല മർദ്ദമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട കാരണം നല്ല മഞ്ഞ കളറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.